നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം ഗുരുപാദം തം നമാമി. ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൻ്റെ 8ാം ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. അത് കഴിഞ്ഞ് ബൃഹദാരണ്യോപനിഷത്തിൻ്റെ ശങ്കരഭാഷ്യം ശ്രദ്ധിച്ചു. അതിനോടുകൂടി ജീവാത്മാവിനെ പറ്റിയും പരമാത്മാവിനെ പറ്റിയും ഈശ്വരൻ എന്നാൽ എന്താണ്, ശ്രീകൃഷ്ണൻ അവതാരമെടുക്കുന്നതിനെ പറ്റിയൊക്കെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. അങ്ങനെ ജീവാത്മാവും പരമാത്മാവും പറ്റി എന്താണെന്ന് നല്ലതുപോലെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. മുക്ത ആത്മാവിന് പ്രകൃതിയുടെ ഈശ്വരനാകാൻ കഴിയുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് അടുത്ത 2 ശ്ലോകങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ശ്രീ ഭഗവാൻ വാച ശ്ലോകം 9. ജന്മകർമ്മച്ച മേ ദിവ്യമേവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മനൈതി മാമേതി സ അർജുന. ശ്ലോകം 10. പീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസ്സ പൂത മദ്ഭാവമാഗതാഃ. ഇതിൽ 9ാം ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, ഞാൻ ലോക കല്യാണാർത്ഥം ഏത് പ്രകാരമാണോ ഈ ജന്മം പ്രാർത്ഥനയാൽ നേടിയതെന്നും ഈ ജന്മത്തിൽ ദിവ്യകർമ്മങ്ങൾ ചെയ്തതെന്നും നേരാം വെണ്ണം അറിയുന്നവർ, നിഷ്കാമകർമ്മത്തിൻ്റെ മഹിമ അറിഞ്ഞവർ, അവർ ഒരിക്കലും ഈ കൽപ്പത്തിൽ പിന്നീട് ജനിക്കുകയില്ല. അവരും എന്നെ മനസ്സിലാക്കി എന്നോടൊത്ത് ചേരുന്നു. അഥവാ ദിവ്യജന്മത്തിൻ്റെ മഹിമ അറിയുന്നവരുടെ ശ്രേണിയിൽ വന്നു ചേരുന്നു. ശ്ലോകം 10. മറ്റനേകം ജീവാത്മാക്കൾ രാഗം, ദ്വേഷം, ഭയം, ക്രോധം എന്നിങ്ങനെ ത്യജിച്ച് ഞാൻ ഉപദേശിച്ച മാർഗത്തിൽ തന്മയീഭവിച്ച് മുന്നോട്ട് പോകുന്നു. യഥാർത്ഥ ഈശ്വരഭക്തൻ എന്ന അർത്ഥത്തിൽ എന്നെ ആശ്രയിച്ച് ഭക്തർ ജ്ഞാനം, തപസ് എന്നിവയാൽ പവിത്രരായി എൻ്റെ പദത്തിൽ എത്തിച്ചേരുന്നു. അതായത് എന്നെപ്പോലെ ഉദ്ധാരകരായി ലോക കല്യാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി അവരും മാറുന്നു എന്നറിയുക. ഇതാണ് 10ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ 2 ശ്ലോകങ്ങളിലായി ഭഗവാൻ ശ്രീകൃഷ്ണൻ യോഗദർശനത്തിൻ്റെ 2 സൂത്രങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഗദർശനത്തിൽ പതഞ്ജലി മഹർഷിയുടെ യോഗദർശനത്തിൽ 1ാം അധ്യായത്തിൽ തന്നെ പറയുന്നതാണ്, രാഗരഹിതരായ യോഗികളുടെ ആലംബനം ചെയ്യുന്നതുകൊണ്ട് ചിത്തം ഏകാഗ്രമാകും. അതിനാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാന്റെ പ്രവൃത്തി എന്താണെന്നും ഭഗവാൻ എങ്ങനെ ജനിക്കുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും ശ്രദ്ധിച്ചത് മനസ്സിലാക്കി ജീവിക്കുന്നവർ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് യോഗദർശനത്തിലും പറയുന്നത്. താൻ ഈ ദൃശ്യമായ യോഗ സാധന അനുഷ്ഠിക്കുന്നവനാണ്. തന്നെ പിൻപറ്റുന്നവർക്ക് ജന്മമുണ്ടാകില്ല. ഇവിടെ പരമാത്മാവായതുകൊണ്ട് ആണോ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സംശയം ഉദിച്ചേക്കാം. പരമാത്മാവിനെ മാത്രമേ ഉപാസ്യ ദേവനായി കാണാൻ പാടുള്ളൂ, അല്ലാതെ യോഗികളെ ഈശ്വരനായി കണ്ട് ഉപാസിക്കുന്നത് വലിയ തെറ്റാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ മാം ഉപാശ്രിതാഹ ഗീതയിൽ 4ാം അധ്യായത്തിൽ 10ാം ശ്ലോകം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാനാണ്. യോഗശാസ്ത്രത്തിലെ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകത്തിലാണ് മാം ഉപാശ്രിതാഹ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയാനാണ് യോഗശാസ്ത്രത്തിലെ സൂത്രം ഇവിടെ ഉദ്ധരിച്ചത്. പതഞ്ജല യോഗസൂത്രത്തിന് ഭാഷ്യം എഴുതിയത് ഗീതാകർത്താവായ വ്യാസനാണ്. അദ്ദേഹം പറയുന്നത് കൂടെ നമുക്ക് ശ്രദ്ധിക്കാം.
വീതരാഗചിത്താലംബനോപരക്തം വാ യോഗിനശ്ചിത്തം സ്ഥിതിപദം ലഭത ഇതി. യോഗദർശനത്തിലെ വ്യാസഭാഷ്യമാണ്. വ്യാസൻ ഈ സൂത്രത്തിന് ഭാഷ്യം രചിച്ചത് കാണുമ്പോൾ ഗീതയുടെ മഹാത്മ്യമാണ് നാം തിരിച്ചറിയുന്നത്. വീതരാഗികളായ യോഗികളുടെ ചിത്തത്തെ ആലംബനം ചെയ്യുന്നവർ ചിത്ത സ്ഥിരത നേടുന്നു. യോഗികളുടെ ജീവിത രേഖ മനസ്സിലാക്കുന്നതിലൂടെയും അവരോടൊന്നിച്ച് നടന്നും നമുക്ക് ചിത്തസ്ഥിരത നേടാമെന്നാണ് വ്യാസവാക്യത്തിനർത്ഥം. അതേപോലെ 10-ാം ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ യോഗസൂത്രത്തിൻ്റെ തന്നെ വ്യാഖ്യാനമാണെന്ന് നമുക്ക് പറയാം. പതഞ്ജലിയുടെ യോഗദർശനവും ഗീതയിൽ ഭഗവാൻ പറഞ്ഞതെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭ സുദിനം.